എങ്ങനെയുണ്ടായിരുന്നു സെറ്റിലെ ഫണ്ണി മൊമെന്റ്സ്? സെറ്റ് ഭയങ്കര രസമായിരുന്നു. നമ്മളെല്ലാ പിന്നെ നാട്ടില് കുറേ നാട്ടുകാരാണ് ഉള്ളത്. എല്ലാരും നമ്മൾ എന്നാ നിങ്ങൾ എല്ലാരും കണ്ണൂര് പിടിക്കുന്നത്? എന്നാത്ത കേസുകളും അവിടെ തന്നെ ഈ സ്ലാങ് ഉൾപ്പെടെ എല്ലാം കണ്ണൂര്. പണ്ട് കണ്ടപ്പോ ചോദിച്ചിരുന്ന ഇതേ ചോദ്യം. ഞാൻ ചെറുതായിട്ട് അതെ, എന്നാ കണ്ണൂര് പിടിക്കുന്നേ? ഇത് പിന്നെ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രതീഷ് ചേട്ടനാണ് സിനിമ ചെയ്യുന്നത്. അപ്പൊ രതീഷ് ചേട്ടന് സ്വന്തം ഭാഷയിലുള്ള നമ്മളുടെ ഫണ്ണുണ്ടല്ലോ, നമ്മള് അതായിരിക്കും ഒറിജിനൽ ആയിട്ട് വരുന്ന തമാശകൾ. അപ്പോൾ ആ തമാശകൾ വരാൻ വേണ്ടിയിട്ട്, ആ തമാശകൾ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ തമാശകൾ ആൾക്കാരും കൂടി കണ്ടിട്ട് രസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് അങ്ങനെ തന്നെ പിടിക്കണം എന്നുള്ള നിർബന്ധമൊന്നും കൊണ്ടല്ല. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്. ഇപ്പൊ എന്നാത്താൻ കേസോട് ആ ടെറൈനിൽ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത് അത്രയും ആക്സെപ്റ്റൻസ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾക്കെല്ലാം ആ ടെറൈൻ്റെ പ്രത്യേകത ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവും ആ സിനിമകളെയൊക്കെ. അതുകൊണ്ടാണ്. അല്ലാതെ ഇനി അങ്ങനെ അല്ലാത്തൊരു സിനിമ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായാലും നമ്മൾ വേറെ ടെറൈനുകൾ തേടിപ്പോവും അല്ലേ? മിന്നൽ മുന്നിലേക്കകത്ത് വേറെ ടൈപ്പിലെ ഡയലോഗ് വരുന്നുണ്ട്. കനകം കാമിനി കലഹം, അതിലും വരുന്നുണ്ട്. നീലവെളിച്ചം, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പക്ഷെ ആൾക്കാർ കണ്ടിരിക്കുന്ന ഓർത്തിരിക്കുന്ന സിനിമകൾ എല്ലാം ആയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇനി രാജേഷ് ചേട്ടനും ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുമോ? സ്റ്റോറിയോ? അതൊരു പബ്ലിക് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. അങ്ങനെ ഈ വന്ന വഴികളിൽ വല്ലതും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളേ കാണും എന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അത് കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എവിടെന്നെങ്കിലും ഒക്കെ പൊട്ടുംപൊടിയൊക്കെ മാത്രമേ അറിയുള്ളൂ. ഒരു കഥയുടെ ഡീറ്റെയിൽസ് റിയൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഇല്ല. ശരിയാ. മോട്ടിവേഷൻ ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാണും എന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഇവരുടെ എല്ലാവരുടെയും ഇപ്പോൾ ടോവിനോയുടെ കരിയർ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് കരിയറും വന്ന വഴിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതേപോലെ ഈ അന്ന് വീണു എന്ന് തോന്നിയിരുന്നു എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഫഹദിന്റെ ലൈഫ് എടുത്തു പറയേണ്ടതാണ്. അതെ, പുള്ളിയുടെ കൺവിക്ഷൻസ് എല്ലാം ശരിയായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയമല്ലേ, അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ഒരുപാട് രസമുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരാൾക്കാരുടെ. പക്ഷെ അങ്ങനെ നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇൻസ്പയറിംഗ് ആണെന്ന് പറയാൻ പാകത്തിന് എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. സാരമല്ല, ഇത് കഴിയുമ്പോൾ നമുക്ക് ഷോർട്ട് ആയിട്ട് എടുക്കാം. കിട്ടും. അപ്പോഴേക്കും ഒന്ന് ആലോചിച്ച് ചോദിച്ചു. അടുത്തൊരു ചോദ്യം എന്ന് പറയാൻ, ഈ മൂവിയുടെ ട്രെയിലറിന്റെ ലാസ്റ്റ് ഡ്രാമയെ പറ്റി പറയുന്നുണ്ട്. ഐ മീൻ ഫോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൂവിക്കകത്ത് ഡ്രാമ വരുന്നുണ്ടോ? 3 കാലഘട്ടം വരുന്നുണ്ട്. ഡ്രാമയെ പറ്റി കൂടുതൽ ഡ്രാമ നിങ്ങൾ മറ്റേ സീതാരാമനായിട്ടൊക്കെ ഒരുങ്ങുന്നുണ്ട്. അതൊക്കെ ഡ്രാമയുടെ ഭാഗമായിട്ടാണോ? ഡ്രാമയുടെ ഭാഗമായിട്ടുള്ള ആണല്ലേ? അപ്പൊ ഇതിനകത്ത് ഡ്രാമയുണ്ട്, കുറെ കാലഘട്ടങ്ങളുണ്ട്, നിങ്ങളുടെ ലവ് സ്റ്റോറി ഉണ്ടല്ലേ. സംഭവം വലിയൊരു സംഭവം തന്നെ. സംഭവമാണത്. അതെ, കണ്ടു കഴിഞ്ഞാൽ അത് അറിയത്തുള്ളൂ. ചെയ്തതിനകത്ത് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ചെയ്ത മൂവീസ് എനിക്ക് കുറെ ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് സുരേഷ് ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 1744 പിന്നെ 1744 വൈറ്റ് ഓൾട്ടോ എന്ന് പറഞ്ഞ സിനിമയിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സെൻ ആക്ടറുടെ സിനിമയിൽ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. റാപ്പിഡയിലത്തെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. മദനോത്സവത്തിലെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. മഹേഷിന്റെ പ്രതികാരവും കൂടെ പറയാം. അത് അയാളും കൂടി പറഞ്ഞു നിർത്താം. അതെ, അതുകൂടെ പരാതി വേണ്ടല്ലോ എന്നല്ലേ. മഹേഷിന്റെ പ്രതികാരം അതിൽ ഡയലോഗ് ഇല്ല. എനിക്ക് തോന്നുന്നു രാജേഷിന്റെ ആദ്യത്തെ വർക്കല്ലേ അത്. അഭിനയിക്കുന്നേ ഡയലോഗ് ഇല്ല, ജസ്റ്റ് കണ്ണുകൊണ്ട് മാത്രം ചെയ്ത് അവസാനം ജയ ഹേ എന്നൊരു പാട്ട് മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ ശരിക്കും അത് ഭയങ്കരമായിട്ട് അതെനിക്കൊന്ന് അതിന്റെ പേരിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇതും സ്റ്റിക്കേഴ്സ് ഇറക്കിയിട്ടുണ്ട്. എന്റെ കയ്യിലൊക്കെ സ്റ്റിക്കർ ഉണ്ട് കേട്ടോ ഫോണില്. അപ്പൊ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ. ഇഷ്ടപ്പെട്ട പലതും ആലോചിക്കുമ്പോ പലതരം എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്. എനിക്ക് പ്രത്യേകിച്ച് സുരേഷ് ചേട്ടനോടൊരു സ്നേഹം കൂടുതലുണ്ട്. കാരണം അതെന്നെ കരിയറിന് ഭയങ്കരമായിട്ട് വേറെ രീതിയിലാക്കി.